കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? Which is the southernmost river in Kerala? The southernmost river in Kerala. Answer option C. നെയ്യാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? Which district in Kerala receives the highest rainfall? Which Answer option A. ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? Which is the first national park in Kerala? First national park. ഉത്തരം ഓപ്ഷൻ ബി. ഇരവികുളം. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? What is Operation Flood associated with? What is Operation Flood? ഉത്തരം ഓപ്ഷൻ സി. പാൽ ഉൽപാദനം, മിൽക്ക് പ്രൊഡക്ഷൻ ഓർ വൈറ്റ് റെവല്യൂഷൻ. 5. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? Which pigment gives blood its red color? Answer option C. ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട ആകാശരേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട ആകാശരേഖ ഏതാണ്? Which important latitude line passes through India? Answer option B. ഉത്തരായന രേഖ. The Tropic of Cancer. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? Which is the highest peak in India? The highest peak in India. Answer option B. കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ. ഇന്ത്യയുടെ ധ്യാനപുര എന്ന് അറിയപ്പെടുന്നത് പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധ്യാനപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? Which region is known as the Granary of India? Which region? Answer option C. ഉത്തര മഹാസമതലം. The Northern Great Plains. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? Which was the first satyagraha conducted by Gandhiji in India? Answer option C. ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? In which year did Vaikam Satyagraha take place? Which year? Vaikam Satyagraha. Answer option D. 1924.